ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. ഈ കാണുന്നത് 2025-26 അധ്യയന വർഷത്തിലെ +2 സ്റ്റുഡൻസ് ആണെങ്കിൽ മക്കളെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഇത്തരമൊരു വീഡിയോ ചെയ്യണമെന്നൊന്നും ഞാൻ ആഗ്രഹിച്ചതല്ല, പക്ഷേ പറഞ്ഞു പോവാണ് ഇത്തവണത്തെ +2 സ്റ്റുഡൻസ് എത്ര അൺലക്കിയാണ് എന്ന്. നിങ്ങളെ തളർത്തുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഡീമോട്ടിവേറ്റ് ചെയ്യുകയല്ല. ഈ നാട്ടിലെ ഭരണാധികാരികളും അല്ലെങ്കിൽ നമ്മുടെ അധികാര സ്ഥാപനങ്ങളും എന്തുകൊണ്ട് നിങ്ങളെ ഈ രീതിയിൽ തടയുന്നു എന്നതിന്റെ പ്രതിഷേധം മാത്രമാണ് ഈ വീഡിയോ. വളരെ പ്രധാനമായിട്ട് നമുക്കറിയാം സ്റ്റേറ്റ് സിലബസുകാരുടെ അവസ്ഥ. ഇപ്പോൾ ആദ്യം മുതൽ തന്നെ ഈ വിദ്യാർത്ഥികൾ പഠിച്ചു വന്നപ്പോൾ ഈ ചോദ്യ പേപ്പറിലുണ്ടായ മാറ്റങ്ങളും പല പരീക്ഷകൾ ടഫാക്കിയതും അതോടൊപ്പം തന്നെ ഇംപ്രൂവ്മെന്റ് എക്സാം എന്ന് പറയുന്ന വലിയൊരു കടമ്പ +2 എക്സാമിനോട് ഒപ്പം മാത്രമേ നിങ്ങൾക്ക് അഴിച്ചു വെക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇത്രയധികം ഹെക്റ്റിക് ആയിട്ട് ഈ പറയുന്ന സിലബസുകളൊക്കെ പഠിച്ച് നിങ്ങൾ പരീക്ഷ എഴുതി. ഓക്കെ, ആ പരീക്ഷ എഴുതിയിട്ട് മെയ് മാസം 26-ാം തീയതി വരെ വൈകിപ്പിച്ചു. ഇത് ഞാൻ പറയുന്നത് സ്റ്റേറ്റുകാരുടെ അവസ്ഥയാണ്. എന്തായാലും ഇനി നിങ്ങൾ കാത്തിരിക്കുകയാണ്, റിസൾട്ട് വരട്ടെ, റിസൾട്ട് നന്നായിട്ട് വരട്ടെ എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇനി നോക്കിയേ, ഇതേ +2 ബാച്ചുകാർ എഴുതുന്ന ഈ വർഷത്തെ നീറ്റ് എക്സാം ചോദ്യ പേപ്പർ ചോർന്നു എന്ന കാരണത്താൽ റദ്ദാക്കുകയാണ്, കംപ്ലീറ്റ് റദ്ദാക്കുകയാണ്. 2 വർഷം 3 വർഷം അല്ലെങ്കിൽ ഈ +2വിനോടൊപ്പം പഠിച്ച വിദ്യാർത്ഥികളെ എല്ലാം വെറും പാവകളാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനം. അത് ഏറ്റവും എടുത്തു പറയേണ്ടത് ഇത് നടത്തിയാൽ തന്നെ അനാസ്ഥ. എന്നിട്ട് ജൂൺ 21 വരെ ഇനിയും അവർ പഠിച്ചതായി എഴുതാൻ പോവാണ്. അതും പോരാഞ്ഞിട്ട് ഇപ്പൊ CBSE വിദ്യാർത്ഥികൾ, ഈ ഇത്തവണത്തെ +2 CBSE വിദ്യാർത്ഥികളെ മൂല്യനിർണ്ണയത്തിലും പുനർമൂല്യനിർണ്ണയത്തിലും ഉണ്ടായ ഈ അപാകതകൾ തുറന്നു കാട്ടിക്കൊണ്ട് വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും എന്താ വരികയാണ്. അപ്പൊ സത്യത്തിൽ ഇത്തരത്തിലുള്ള സീരീസ് ഓഫ് ഈവൻസ് ഇവിടെ ഉണ്ടാവുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക, ഈ കുട്ടികളെന്ന് പറയുന്നത് അവരുടെ ഭാവിയാണ്, അവരുടെ കരിയറാണ്. അവരും ഒരുപാട് എഫർട്ട് ഇട്ടാണ് പഠിക്കുന്നത്. നിങ്ങൾക്ക് തോന്നിയ പോലെ പരീക്ഷ എഴുതാനും തോന്നിയ പോലെ ഈ പേപ്പറുകൾ നോക്കി ഏതെങ്കിലുമൊക്കെ മാർക്ക് കൊടുക്കാനും എന്ന് പറയുന്നത് ഈ ഇത്രയും നാൾ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഓരോ വിദ്യാർത്ഥിയുടെയും അതുപോലെ അധ്യാപകന്റെയും രക്ഷകർത്താക്കളുടെയും കരണത്തിട്ട് കൊടുക്കുന്ന തരത്തിലാണ് ഇത്തരത്തിലുള്ള നടപടികൾ. അത് ഏത് സർക്കാരാണെങ്കിലും ഞാൻ ഒന്നും എടുത്ത് പറയുന്നില്ല, പക്ഷെ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ സിസ്റ്റം, നമ്മുടെ നല്ല എഡ്യൂക്കേഷൻ സിസ്റ്റം ഇങ്ങനെ പോവുകയാണെങ്കിൽ ഓരോ വിദ്യാർത്ഥിക്കും അതിലുള്ള പ്രതീക്ഷ കുറയുമെന്ന് അടിവരയിട്ട് പറയാം. അടുത്ത 5 വർഷത്തിൽ അത് പ്രതിഫലിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഇവിടെ തന്നെ പഠിക്കണമെങ്കിൽ, ഇവിടെ തന്നെ ജോലി ചെയ്യണമെങ്കിൽ, ഇന്ത്യൻ പൗരന്മാരായി തന്നെ നിൽക്കണമെങ്കിൽ, നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഒരു വിശ്വാസം ഉണ്ടാക്കണമെങ്കിൽ ഇത്തരത്തിലുള്ളതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ പിള്ളേര് ഓൾറെഡി ഉള്ള സിലബസ് പഠിക്കാൻ ഇവിടെ എന്താണ് സമയമില്ല, അഡീഷണൽ ആണ്. ഇനി അതിന്റെ കൂടെ പരീക്ഷയിലും കൂടെ നിങ്ങൾ ഇങ്ങനെ പരീക്ഷണം കാണിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് അടുത്ത അഡ്മിഷനെ ബാധിക്കും, നല്ലൊരു കോളേജിനെ ബാധിക്കും. അത് കഴിഞ്ഞ് അവർക്ക് എത്തിപ്പെടേണ്ട സ്ഥാനങ്ങൾ ഈ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് നഷ്ടപ്പെടും. വിദ്യാർത്ഥികളുടെ ടാലന്റും ടൈമും കരിയറും അവിടെ ചോദ്യചിഹ്നമായി മാറും. സോ ഗൈസ്, ഇതിനെങ്ങനെ ആശ്വാസം പറയണമെന്ന് അറിയില്ല, പക്ഷേ ഇത് കാണുന്ന ഭരണാധികാരികൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട അധികാരികൾ കൃത്യമായിട്ട് നടപടികൾ സ്വീകരിക്കുക. അത് CBSE ആയാലും സ്റ്റേറ്റ് ആയാലും അതുപോലെ തന്നെ നീറ്റിന്റെ കാര്യം എന്തായാലും പുതുക്കിയ പരീക്ഷാ തീയതിയാണ്, ഇനിയെങ്കിലും കൃത്യമായിട്ട് നടത്താൻ ശ്രമിക്കുക.